ശ്രേയസിൻ്റെ പുതിയൊരു ഉൽപ്പന്നമായ മില്ലറ്റ് നൂഡിൽസാണ് കാണുന്നത്. വളരെ രുചികരമായിട്ട് മില്ലറ്റ് നൂഡിൽസ് ഉണ്ടാക്കാൻ കഴിയും. അതിനാവശ്യമായിട്ട് ക്യാരറ്റ്, ബീൻസ്, ഗ്രീൻ പീസ് എന്നിവയെല്ലാം നമ്മൾ അരിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് നെയ്യിൽ വരട്ടിയ ശേഷം അത് ഞാൻ ഉപയോഗിക്കുന്നത് എണ്ണ വേണ്ടാത്ത ഒരുതരം കുക്കറാണ്, ഓയിൽ ഫ്രീ കുക്കറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ കാപ്സിക്കവും ക്യാരറ്റും ബീൻസും ഗ്രീൻ പീസും സവാളയും എല്ലാം ഇട്ട് വേവിക്കുക. വേവിച്ചാൽ അല്പം ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് മനോഹരമായിട്ട് അത് വേവിക്കുക. വേവിച്ചെടുത്ത ശേഷം നമുക്ക് ഒരു 5 മിനിറ്റ് വെന്താൽ മതിയാവും. വേവിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം. മറ്റൊന്നും ചേർക്കേണ്ടതില്ല. നെയ്യ് ഒരല്പം ചേർത്താൽ മതി. ഒരു 300 ഗ്രാം നൂഡിൽസിനാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. 2 പാക്കറ്റ് 150 ഗ്രാം വീതമുള്ള ചാമയുടെ 2 പാക്കറ്റാണ് നമ്മുടെ നൂഡിൽസ്. അത് കളറോ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കാത്ത നൂഡിൽസാണ്. അത് ഒന്ന് ഇളക്കി വേവിക്കുക. 2 പാക്കറ്റ് നൂഡിൽസ്, കളറും പ്രിസർവേറ്റീവ്സും ചേർക്കാത്ത, മധുരം ചേർക്കാത്ത. 2 ലിറ്റർ വെള്ളം നമ്മൾ വെള്ളം ചൂടാക്കി അതിലേക്ക് ഉപ്പ് ചേർത്ത് വെള്ളം തിളപ്പിച്ച ശേഷം അതിലേക്കൊരു 1/2 സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ നൂഡിൽസ് പതുക്കെ പൊട്ടിച്ചിട്ട് അത് അങ്ങനെ തിളക്കട്ടെ. ഒരു 5 മിനിറ്റൊക്കെ തിളച്ചാൽ മതിയാവണം. 5 മിനിറ്റ് തിളപ്പിച്ച ശേഷം തിളച്ച് വരുമ്പോൾ പാകമാകുമ്പോൾ അതിലേക്ക് ഈ നൂഡിൽസിനൊപ്പമുള്ള മസാല ചേർക്കുക. മസാല ഇട്ട് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് അത് വെന്ത് പാകമാകുമ്പോൾ നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റും ബീൻസും ഗ്രീൻ പീസും ഒക്കെ ചേർത്തിട്ടുള്ള വെജിറ്റബിൾസ് അതിലേക്കിടുക. ഇട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വീണ്ടും ശരിക്കും അത് പാകപ്പെട്ട ശേഷം ഇങ്ങനെ ഇരിക്കും. ഇതേപോലെ പാകപ്പെട്ട നൂഡിൽസ് വളരെ രുചികരമാണ്, ടേസ്റ്റിയാണ്, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. സോ